Dear students, 4th semester BCom in Quantitative Techniques for Business എന്ന പേപ്പറിൽ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ട് റിഗ്രഷൻ അനാലിസിസിൻ്റെ അവസാന ഭാഗം. ഹൗ ടു ഐഡൻറ്റിഫൈ ദ ടു റിഗ്രഷൻ ഇക്വേഷൻസ്. നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് കിട്ടിയാൽ അതിലേതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, ഏതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ലഭിച്ച ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണെന്ന് സങ്കല്പിക്കാം. അങ്ങനെ എക്സ് ഓൺ വൈ ആണെന്ന് സങ്കല്പിച്ച ഇക്വേഷനെ എക്സ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു വൈ പ്ലസ് ഓർ മൈനസ് എ കോൺസ്റ്റൻറ്റ് എന്ന് എക്സ്പ്രസ് ചെയ്യാം. എക്സ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു വൈ പ്ലസ് ഓർ മൈനസ് എ കോൺസ്റ്റൻറ്റ്, എക്സ് ഈക്വൽ ടു എ വൈ പ്ലസ് ബി എന്ന രൂപത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ബി എക്സ് വൈ ആയിരിക്കും. കാരണം എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് ബി എക്സ് വൈ. അപ്പോൾ നമുക്ക് ബി എക്സ് വൈ ലഭിച്ചു. നമ്മൾ ഒരു ഇക്വേഷൻ എക്സ് ഓൺ വൈ എടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ ഇക്വേഷൻ വൈ ഓൺ എക്സ് ആണ്. ആ ഇക്വേഷനെ വൈ ഓൺ എക്സ് എന്ന രീതിയിൽ സങ്കല്പിക്കുക. അപ്പോൾ വൈ ഓൺ എക്സ് ആണെങ്കിൽ അതിനെ വൈ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് പ്ലസ് ഓർ മൈനസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് സി എക്സ് പ്ലസ് ഡി എന്നുള്ള രൂപത്തിൽ എഴുതാം. വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി എന്ന രൂപത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായി വരുന്നത് ബി വൈ എക്സ് ആയിരിക്കും. കാരണം റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ്. അപ്പോൾ വൈ ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ ബി വൈ എക്സ് ആണ്. ഇപ്പോൾ നമുക്ക് ബി എക്സ് വൈ ലഭിച്ചു, ബി വൈ എക്സും ലഭിച്ചു. ഇനി ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്താണ്? ആർ സ്ക്വയർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ ആണ്. ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ എന്തായിരിക്കും? ആർ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആർ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അങ്ങനെ ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അവർ സപ്പോസിഷൻ ഈസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ സപ്പോസിഷൻ ട്രൂ ആണ്. അതായത് ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വാല്യൂസ് ബി എക്സ് വൈ ആൻഡ് ബി വൈ എക്സ് ഈസ് ന്യൂമറിക്കലി നോട്ട് ഗ്രേറ്റർ ദാൻ 1 or less than or equal to 1, our assumption or our supposition is true. If bxy into byx numerically greater than 1, അങ്ങനെ വന്നാൽ മോർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ ന്യൂമറിക്കലി ഒന്ന് മൈനസും പ്ലസും എടുക്കാതെ, എൻ്റെ സൈൻ പരിഗണിക്കാതെ ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോർ ദാൻ 1 ആണെങ്കിൽ അവർ സപ്പോസിഷൻ ഈസ് റോങ്. അപ്പോൾ നമ്മുടെ സപ്പോസിഷൻ റോങ് ആണ്. അതായത് എക്സ് ഓൺ വൈ എന്നെടുത്ത ഇക്വേഷൻ ശരിക്ക് എക്സ് ഓൺ വൈ അല്ല, വൈ ഓൺ എക്സ് ആണ്. അതുപോലെ വൈ ഓൺ എക്സ് എന്നെടുത്ത ഇത് തെറ്റാണ്, അത് ശരിക്ക് എക്സ് ഓൺ വൈ ആണ്. അതായത് നമ്മൾ ഏതാണോ ആദ്യം എടുത്തത് അതിൻ്റെ തിരിച്ചെടുത്താലാണ് അത് ട്രൂ ആവുന്നത്. അങ്ങനെ ഏതാണ് എക്സ് ഓൺ വൈ, ഏതാണ് വൈ ഓൺ എക്സ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. By supposing one of the equations as the regression equation of y on x and the other as x on y, we can obtain byx and bxy. If the product of these two, that is product of bxy and byx, is numerically not greater than 1, that is numerically less than or equal to 1, then our supposition is true. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അവർ സപ്പോസിഷൻ ഈസ് ട്രൂ or our assumption is true. However, if byx into bxy is numerically greater than 1, then our supposition is wrong. Then we shall conclude in the other way. അതായത് നമ്മൾ നേരത്തെ എടുത്തതിന് നേരെ തിരിച്ചെടുക്കണം. അതായത് ഏതാണോ വൈ ഓൺ എക്സ് എന്നെടുത്തത് അതിന് പകരം അത് എക്സ് ഓൺ വൈ ആയിട്ടും എക്സ് ഓൺ വൈ എന്നെടുത്തത് വൈ ഓൺ എക്സ് ആയിട്ടും പരിഗണിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് ദി 2 ലൈൻസ് ഓഫ് റിഗ്രഷൻ ഗിവൺ ബൈ x plus 2y minus 5 equal to 0 and 2x plus 3y minus 8 equal to 0,
which one is the regression line of x on y and which one is the regression line of y on x. ഏതാണ് x on y, ഏതാണ് y on x. Let us assume x plus 2y minus 5 equal to 0 is the regression equation of y on x. y on x ആണെങ്കിൽ നമുക്കതിനെ y equal to എന്ന് എഴുതണം. അപ്പോൾ x plus 2y minus 5 equal to 0, 2y equal to x റൈറ്റ് സൈഡിലേക്ക് പോയി മൈനസ് എക്സ് പ്ലസ് 5, y equal to minus x divided by 2 plus 5 by 2. That is y equal to minus 1 by 2x plus 5 by 2. Therefore, byx is the coefficient of x. Coefficient of x is minus 1 by 2. Therefore, byx equal to minus 1 by 2. Now, x plus 2y minus 5 equal to 0 regression equation of y on x ആണെങ്കിൽ 2x plus 3y minus 8 equal to 0 is the regression equation of x on y. x on y ആണെങ്കിൽ നമുക്ക് അതിനെ x equal to എന്ന് എഴുതണം. 2x plus 3y minus 8 equal to 0, 2x equal to minus 3y plus 8. 3y right സൈഡിലേക്ക് പോയി minus 3y minus 8 right സൈഡിലേക്ക് കിട്ടുമ്പോൾ plus 8. 2x equal to minus 3y plus 8. Now x equal to minus 3y by 2 plus 8 by 2. അപ്പോൾ bxy എന്താണ്? Therefore bxy equal to the coefficient of y. Coefficient of y is minus 3 by 2. അപ്പോൾ നമുക്ക് bxyയും byxും കിട്ടി. ഇത് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തതാണ്. ഇത് x on y ആണ്, ഇത് y on x ആണെന്നും 2x plus 3y minus 8 equal to 0 x on y ആണെന്നും അസംഷൻ ആണ് നമ്മളുടെ. ആ അസംഷൻ ട്രൂ ആവണമെങ്കിൽ എന്താണ്? byx into bxy ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, മാഗ്നിറ്റ്യൂഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. മൈനസ് 1 by 2 മൈനസ് 3 by 2 മൾട്ടിപ്ലൈ എന്ത് വരും? മൈനസ് 1 by 2 ഇൻറ്റു മൈനസ് 3 by 2 3 by 4. 3 by 4 is less than 1. Therefore our assumption is true. Now byx into bxy or bxy into byx equal to minus 3 by 2 into minus 1 by 2 equal to 3 by 4. 3 by 4.75 less than 1. Therefore our assumption is true. That is x plus 2y minus 5 equal to 0 is the regression equation of y on x, and 2x plus 3y minus 8 equal to 0 is the regression equation of x on y. Another question. Find r if bxy equal to minus 0.7, byx equal to minus 0.2. Find r. r കണ്ടുപിടിക്കാൻ bxyയും byxും അറിയാം. അപ്പോൾ bxy ഇൻറ്റു byx കണ്ടുപിടുക. bxy ഇൻറ്റു byx എന്ന് പറയുന്നത് r സ്ക്വയർ ആണ്. അപ്പോൾ bxy ഇൻറ്റു byx മൈനസ് 0.7 ഇൻറ്റു മൈനസ് 0.2 0.14 എന്ന് വരും. അപ്പോൾ bxy ഇൻറ്റു byx അല്ലെങ്കിൽ r സ്ക്വയർ ഈക്വൽ ടു 0.14. r എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 0.14. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 0.14 എന്ന് പറഞ്ഞാൽ പ്ലസ് വാല്യൂ ആവാം മൈനസ് വാല്യൂ ആവാം. പക്ഷേ bxyക്കും byxനും rനും സെയിം സൈൻ ആയിരിക്കണം. bxyയും byxും നെഗറ്റീവ് ആയതുകൊണ്ട് ആറും നെഗറ്റീവ് ആയിരിക്കും. r ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് bxy ഇൻറ്റു byx ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 0.7 ഇൻറ്റു മൈനസ് 0.2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 0.14 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 0.374. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കുന്നത് bxy byx അതിൻ്റെ സൈൻ നോക്കിയാണ്. bxyക്കും byxനും ഒരേ സൈൻ ആയിരിക്കും. ഒന്നുകിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ തന്നെ ആയിരിക്കും ആറിന്. അപ്പോൾ ആർ എന്ന് പറയുന്നത് മൈനസ് 0.374. Therefore r equal to minus 0.374 because bxy and byx are negative. If byx equal to 0.83, standard deviation of x equal to 10, standard deviation of y equal to 12, find r. byx അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ അറിയാം, ആറ് കണ്ടെത്തുക. നമുക്കറിയാം byx ഈക്വൽ ടു r ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. അതിൽ ആറ് മാത്രമേ അൺനോൺ ഉള്ളൂ, അത് കണ്ടെത്താം. byx ഈക്വൽ ടു r ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. byx ഈക്വൽ ടു r ഇൻറ്റു standard deviation of y by standard deviation of x. byx 0.83. 0.83 equal to r into 12 by 10. r into 12 by 10.
Therefore, R equal to 0.83 into ഈ 12 by 10 ഇങ്ങോട്ട് പോയാൽ 10 by 12. അതായത് 0.6917. R equal to 0.6917. In the study of regression equations, following values were obtained. Regression coefficient of y on x equal to 0.25, R equal to 0.42, standard deviation of y equal to 4, find standard deviation of x. Byx equal to 0.25. Regression coefficient of y on x means Byx is equal to 0.25, R is equal to 0.42, standard deviation of y equal to 4, find standard deviation of x. So Byx equal to R into standard deviation of y by standard deviation of x എന്നൊരു റിസൾട്ട് ഉണ്ട്. അതിൽ അൺനോൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ Byx ഈക്വൽ ടു 0.25, R ഈക്വൽ ടു 0.42, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y is equal to 4. We know that Byx equal to R into standard deviation of y by standard deviation of x. That is 0.25 equal to 0.42 into 4 by standard deviation of x. 0.25 into standard deviation of x equal to divided by standard deviation of x ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ 0.25 into standard deviation of x നായി, which is equal to 0.42 into 4. 4 into 2, 8, 4, 4 are 16, 1.68. Now, standard deviation of x equal to 1.68 by 0.25, that is 6.72. Standard deviation of x equal to 6.72. In a partially destroyed record of an analysis of correlation data, the following results only are legible. Variance of x equal to 9. Regression equations are 8x minus 10y plus 66 equal to 0 and 40x minus 18y equal to 214. Find the mean values of x and y, the coefficient of correlation and the standard deviation of y. Variance of x അറിയാം. വേരിയൻസ് എന്ന് വെച്ചാൽ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 9 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ സ്ക്വയർ റൂട്ട് 3 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. മറ്റൊന്ന്, രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ് ബാർ വൈ ബാർ കണ്ടുപിടിക്കണം, കോറിലേഷൻ കോഫിഷ്യൻ്റ് 6 കണ്ടെത്തണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കണ്ടെത്തണം. നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് ആണ്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻസ് തന്നാൽ അതിൽ നിന്ന് ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടെത്താം. അങ്ങനെ അതിൻ്റെ പ്രൊഡക്റ്റ് ആർ സ്ക്വയർ ആണ്, അതിൽ നിന്ന് 6 കണ്ടെത്താം. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ എക്സ് ബാറും വൈ ബാറും ലഭിക്കും. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാണാൻ Byx equal to R into standard deviation of y by standard deviation of x. ഒന്നുകിൽ അതെടുക്കാം, അല്ലെങ്കിൽ Bx y ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇതിൽ ഏതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ വൈ ഓൺ എക്സ്? അതാണ് എടുക്കേണ്ടത്. അതാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അസ്യൂം ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയും. കാരണം ആദ്യത്തെ ഇക്വേഷനിൽ 8x മൈനസ് 10y കാണും. അപ്പോൾ ഇത് വൈ ഓൺ എക്സ് ആണെങ്കിൽ y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 8x plus 66 ഈക്വൽ ടു 10y എന്ന് വരും. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 8/10, 8/10 ആണ് വരും ഇവിടെ. അതായത് Byx 8/10 കിട്ടും. ഇനി ഇത് എക്സ് ഓൺ വൈ ആണെങ്കിൽ 40x ഈക്വൽ ടു മൈനസ് 18y അങ്ങോട്ട് പോയി. അപ്പോൾ 18y പ്ലസ് 2 14 വന്നു. എക്സ് എന്ന് പറയുന്നത് 18y/40, 18/40 എന്ന് വരും. അപ്പോൾ ഇവിടെ 8/10ഉം ഇവിടെ 18/40ഉമാണ്. അപ്പോൾ ലെസ് ദാൻ 1 ആണ് വരുന്നത്. അപ്പോൾ അസംഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഇക്വേഷനെ വൈ ഓൺ എക്സ് എന്നും രണ്ടാമത്തെ ഇക്വേഷനെ എക്സ് ഓൺ വൈ എന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്യണം. 8x മൈനസ് 10y പ്ലസ് 66 ഈക്വൽ ടു 0. 8x മൈനസ് 10y ഈക്വൽ ടു മൈനസ് 66. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4x മൈനസ് 5y ഈക്വൽ ടു മൈനസ് 33. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8/2 4, 10/2 5, 66/2 33. ഈ സെക്കൻഡ് ഇക്വേഷൻ 40x മൈനസ് 18y ഈക്വൽ ടു 214. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 20x മൈനസ് 9y ഈക്വൽ ടു 107. ഇക്വേഷൻ നമ്പർ 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 4x മൈനസ് 5y ഈക്വൽ ടു മൈനസ് 33. 20x മൈനസ് 9y ഈക്വൽ ടു 107. നമ്മൾ തേർഡ് സമ്മിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ എക്സിൻ്റെ കോഷ്യൻ്റ് ഈക്വൽ ആക്കാം, അല്ലെങ്കിൽ വൈയുടെ കോഷ്യൻ്റ് ഈക്വൽ ആക്കാം. ഇവിടെ എക്സിൻ്റെ കോഷ്യൻ്റ് ഈക്വൽ ആക്കിയാൽ തന്നെ ആൻസർ കണ്ടെത്താൻ കഴിയും. കാരണം
ഒന്നാമത്തെ ഇക്വേഷനിൽ ഒന്ന് 4x എന്നും പിന്നെ 20x ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എല്ലാ ടേംസിനെയും -y കൊണ്ട് ഗുണിച്ചാൽ -5 കൊണ്ട് ഗുണിച്ചാൽ -20 ആവും, ആഡ് ചെയ്യുമ്പോൾ ക്യാൻസലായി പോകും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ -5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ -20x + 25y + 165. ഇനി ഈ തേർഡ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? -20യും + 20യും 0. പിന്നെ 25y - 9y. അപ്പോൾ 16y = 165 + 107, 272 എന്ന് വരും. Adding 2 and 3, we get 16y = 272, y = 272 by 16 = 17. അപ്പോൾ yയുടെ വാല്യൂ 17 കിട്ടി. ഇതാണ് ശരിക്കും y ബാർ. yയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ y = 17. Put y = 17 in 4x - 5y = -33. 4x - 5y എന്നാണ്. 5 × 17 = -33. 4x - 5 × 17, 85 = -33. 4x = -33 + 85. 4x = 52. x = 52 by 4 = 13. അപ്പോൾ x 13 ആണ്, y 17 ആണ്. അപ്പോൾ x bar 13, y bar 17. Therefore x bar = 13 and y bar = 17. Let us assume 8x - 10y + 66 = 0 is the regression equation of y on x. അങ്ങനെ y on x ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 10y = എന്ന് എഴുതേണ്ടി വരും. 8x - 10y + 66 = 0 is the regression equation of y on x. Therefore 8x + 66 = 10y. ഈ -10y റൈറ്റ് സൈഡിൽ പോയി. 8x + 66 = 10y, അല്ലെങ്കിൽ 10y = 8x + 66. ഇനി ഇതിനെ y = എന്ന് എഴുതി. y = 8x / 10 + 66 / 10. y = 4x / 5 + 33/5. അപ്പോൾ byx എന്താണ്? 4/5. byx = coefficient of x, that is 4/5 = 0.8. Let 40x - 18y = 214 is the regression equation of x on y. അപ്പോൾ 40x = -18 റൈറ്റ് സൈഡിലേക്ക് പോയി 18 ആയി. 18y + 214. x = 18y / 40 + 214/40. x = 9y / 20 + 107/20. Therefore bxy എന്നാണ് yയുടെ കോഎഫിഷ്യൻറ്റ്. 9/20 = 0.45. bxy 0.45. r = ± root of bxy × byx = ± root of 0.45 × 0.8 ± root of 0.36 = ± 0.6. പക്ഷേ bxyയും byxും പോസിറ്റീവ് ആയതുകൊണ്ട് r പോസിറ്റീവ് ആയിരിക്കും. Therefore r = 0.6. r = 0.6 because bxy and byx are positive. അപ്പോൾ r കിട്ടി, x ബാർ കിട്ടി, y ബാർ കിട്ടി, r കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ആണ് കാണേണ്ടത്. വേരിയൻസ് ഓഫ് x 9 ആണ്, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x 3. ഇനി byx = 0.8. byx = 0.8 നേരത്തെ എഴുതിയിട്ടുണ്ട്. പക്ഷേ byx എന്ന് പറയുന്നത് എന്താണ്? r × സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x ആണ്, = 0.8. r അറിയാം നമുക്ക് 0.6 ആണ്. 0.6 × സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ബൈ 3 = 0.8. 3 6ൽ 2 ടൈംസ് 0.2 എന്ന് വരും. 0.2 × സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y 0.8. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y എന്ന് പറഞ്ഞാൽ 0.8 / 0.2, ദാറ്റ് ഈസ് 4. അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. x bar = 13, y bar = 17, correlation coefficient r = 0.6, standard deviation of y = 4. Comment on the following results. For a bivariate distribution, coefficient of regression of y on x is 4.2 and coefficient of regression of x on y is 0.5. bxy = -0.82 and byx = 0.25. ഇതിന് ആദ്യത്തെ നോക്കാം. byx 4.2, bxy 0.5. അപ്പോൾ രണ്ടും തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. രണ്ടും കൂടെ ഗുണിച്ചാൽ 4.2ഉം 0.5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2.1 ആണ്, മോർ ദാൻ 1 ആണ്. അപ്പോൾ അങ്ങനെ മോർ ദാൻ 1 വരില്ല. bxy × byx ഒരിക്കലും മോർ ദാൻ 1 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. r² = bxy × byx = 4.2 × 0.5 = 2.1, greater than 1.
but r square cannot be greater than 1. Hence the given statement is wrong. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ബി എക്സ് വൈ നെഗറ്റീവും ബി വൈ എക്സ് പോസിറ്റീവ് ആണ്. അങ്ങനെ വരില്ല. ഇത് ഓപ്പോസിറ്റ് സൈനായിട്ട് ഒരിക്കലും വരില്ല. രണ്ടും സെയിം സൈൻ ആയിരിക്കും. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ബി എക്സ് വൈ ആൻഡ് ബി വൈ എക്സ് കനോട്ട് ബി ഓപ്പോസിറ്റ് ഇൻ സൈൻ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. Distinction between correlation and regression. Distinction between correlation and regression. കോറിലേഷൻ ഒരു സൈഡിലും റിഗ്രഷൻ മറ്റൊരു സൈഡിലായിട്ട് ഒരു ടേബിൾ നമുക്ക് ഉണ്ടാക്കാം. എന്താണ് കോറിലേഷൻ നോക്കാം. കോറിലേഷൻ സ്റ്റഡീസ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. കോറിലേഷൻ സ്റ്റഡീസ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ തമ്മിലുള്ള തീവ്രത. It studies the nature of relationship between the variables. Regression studies the nature of relationship between the variables. അതുപോലെ correlation is not used for prediction purposes, but regression is basically used for prediction purposes. Correlation is basically used as a tool for determining the degree of relationship. Regression is basically used as a tool for studying cause and effect relationship. Cause and effect relationship. There may be nonsense correlation between two variables. There may be nonsense correlation between two variables, but there is no such nonsense regression. There is no question of dependent and independent variables. Correlation dependent ആണോ independent ആണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. Regression there must be dependent and independent variables. Properties of regression coefficients. Byx is the regression coefficient of y on x and bxy is the regression coefficient of x on y. Now the property. The sign of both the regression coefficients will be the same. That is, both will be positive or both will be negative. ഒന്നുകിൽ ബി എക്സ് വൈയും ബി വൈ എക്സും നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ബി എക്സ് വൈയും ബി വൈ എക്സും പോസിറ്റീവ് ആയിരിക്കും. Product of the regression coefficients is the square of correlation coefficient. That is, bxy into byx equal to r square. R equal to plus or minus root of bxy into byx. Bxy, byx and r have the same sign. That is, if r is positive, both bxy and byx are positive. If r is negative, both bxy and byx are negative. അപ്പോൾ bxyയും byxും ആറും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ bxyയും byxും ആറും നെഗറ്റീവ് ആയിരിക്കാം. മൂന്നും ഒരേ സൈൻ ആയിരിക്കും. സോ bxy and byx will not be in opposite sign. bxy and byx will have the same sign as r. bxy, byx, r മൂന്നിനും ഒരേ സൈൻ ആയിരിക്കും. ഒന്നുകിൽ മൂന്നും പോസിറ്റീവ് അല്ലെങ്കിൽ മൂന്നും നെഗറ്റീവ്. When there is perfect correlation, bxy and byx are reciprocals of each other. Perfect correlation ഉണ്ടെങ്കിൽ bxyയും byxും reciprocals of each other, പരസ്പരം വിൽക്രമങ്ങളായിരിക്കും. അല്ലെങ്കിൽ അത് bxy into byx എന്ന് പറയുന്നത് എന്താണ്? r സ്ക്വയർ ആണ്. പെർഫെക്റ്റ് കോറിലേഷൻ ആണെങ്കിൽ r സ്ക്വയർ 1 ആണ്. അപ്പോൾ bxy into byx എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ bxy എന്ന് പറഞ്ഞാൽ 1/byx അല്ലെങ്കിൽ byx എന്ന് പറഞ്ഞാൽ 1/bxy ആയിരിക്കും. അതാണ് അതിന് കാരണം. bxy ഈക്വൽ ടു r ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അതുപോലെ byx എന്ന് പറഞ്ഞാൽ r ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. അടുത്ത ബോത്ത് ദ റിഗ്രഷൻ കോഎഫിഷ്യൻസ് വിൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. അതായത് bxyയും byxും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കില്ല. bxy ഇൻറ്റു byx ലെസ് ദാൻ 1 ആണ്. ഇനി bxyയോ byxോ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ മോർ ദാൻ 1 ആയിരിക്കും, പക്ഷേ പ്രൊഡക്റ്റ് ലെസ് ദാൻ 1 ആയിരിക്കും. രണ്ടും മോർ ദാൻ 1 ആവുകയുമില്ല. മോർ ദാൻ 1 ആണെങ്കിൽ മാക്സിമം ഒരെണ്ണം മാത്രമേ മോർ ദാൻ 1 ആയിട്ട് വരുള്ളൂ. ഒന്നുകിൽ bxy മോർ ദാൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ byx മോർ ദാൻ 1 ആയിരിക്കും. bxyയും byxും ഒരുമിച്ച് മോർ ദാൻ 1 ആയിട്ട് വരില്ല. മാത്രവുമല്ല bxy ഇൻറ്റു byx എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. Given the following data,
variance of x equal to 9. Regression equations are 2x plus 3y minus 70 equal to 0 and 3x plus 2y minus 80 equal to 0. Find the mean values of x and y, correlation coefficient, standard deviation of y. നേരത്തെ ചെയ്തതുപോലെയാണ്. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് തന്നെ രണ്ടുകൂടെ സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടാൽ എക്സ് ബാറും വൈ ബാറും ആയി. വേരിയൻസ് ഓഫ് എക്സ് 9 ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 3 ആണ്, അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ഇനി ഏതാണ് എക്സ് ഓൺ വൈ ഏതാണ് വൈ ഓൺ എക്സ് എന്നാണ് തീരുമാനിക്കേണ്ടത്. അതിനാദ്യത്തേത് 2x പ്ലസ് 3y മൈനസ് 70 ഈക്വൾ ടു 0 എന്നാണ്. അത് y ഈക്വൾ ടു എന്ന് എഴുതാൻ കഴിയുകയാണെങ്കിൽ 3y ഈക്വൾ ടു മൈനസ് 2x മൈനസ് 2/3 ആണ് by(x) വരും. അതുപോലെ bxy മൈനസ് 2/3 വരും, ആറും മൈനസ് 2/3 വരും. ലെസ് ദാൻ 1 ആയതുകൊണ്ട് അതായിരിക്കും ട്രൂ. അപ്പോൾ ആദ്യത്തേത് y ഓൺ എക്സ് എന്നും രണ്ടാമത്തേത് എക്സ് ഓൺ വൈ എന്നും എടുക്കണം. അതായത് 2x പ്ലസ് 3y മൈനസ് 70 ഈക്വൾ ടു 0 ഈസ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ് and 3x plus 2y minus 80 equal to 0 is the regression equation of x on y. 2x plus 3y minus 70 equal to 0. ആദ്യം നമുക്ക് x ബാറും y ബാറും കാണും, രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി 2x plus 3y equal to 70 നമുക്കതിനെ 3 കൊണ്ട് ഗുണിക്കുക എല്ലാ പദങ്ങളെയും. അപ്പോൾ 2 into 3 6 വരും, 3 into 3 9, 3 into 70 210. നമുക്ക് ഒരു ഇക്വേഷനിൽ 6x plus 9y equal to 210 ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് ഇക്വേഷൻ 3x plus 2y equal to 3x plus 2y minus 80 equal to 0. 3x plus 2y minus 80 equal to 0. ഇവിടെ 3x 6x ആക്കിയാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. 2 കൊണ്ട് ഗുണിക്കുന്നു, അപ്പോൾ നമുക്ക് 3x plus 2y equal to 80 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ 6x plus 4y equal to 160. ഇനി ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ഇക്വേഷൻ 2 ഫ്രം ഇക്വേഷൻ 1. അപ്പോൾ ഇത് വരും 9 minus 4 5y equal to 50 എന്ന് വരും. Subtract equation 2 from equation 1, we get 5y equal to 50. That is 6x minus 6x 0, 9y minus 4y 5y, 210 minus 160 50. 5y equal to 110, y equal to 50 by 10, 50 by 5 equal to 10. 5y equal to 50. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ഈ 5 റൈറ്റ് സൈഡിലേക്ക് പോയി, ഡിവൈഡഡ് ബൈ 5. 50 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 10. അപ്പോൾ y ബാർ 10 കിട്ടി. വൈയുടെ ഈ വാല്യൂ 10 ഉള്ള വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. 2x plus 3y equal to 70. 2x plus 3 into yക്ക് വരും 10 കൊടുത്തു. 3 into 10 equal to 70. 2x plus 30 equal to 70. 2x equal to 70 minus 30. 2x equal to 40. 2x 40 and x 40 divided by 2 20. x equal to 20. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20, വൈയുടെ വാല്യൂ 10. അതായത് x bar 20, y bar 10. x bar equal to 20, y bar equal to 10. Let us assume 2x plus 3y minus 70 equal to 0 is the regression equation of y on x. അപ്പോൾ നമുക്കതിന് 3y equal to എഴുതണം. 2x plus 3y minus 70 equal to 0, 3y equal to minus 2x plus 70, y equal to minus 2x by 3 plus 70 by 3. y on x ശരിക്കും y minus y bar equal to b by x എന്നാണ്. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് b by x ആണ്. b by x equal to coefficient of x, that is minus 2 by 3. Let 3x plus 2y minus 80 equal to 0 be the regression equation of x on y. 3x plus 2y minus 80 equal to 0. 3x equal to plus 2y right side की പോയപ്പോൾ minus 2y minus 80 right side ലേക്ക് പോയപ്പോൾ plus 80. 3x equal to minus 2y plus 80. x equal to minus 2y divided by 3 plus 80 divided by 3. But we know that x minus x bar equal to bxy into y minus y bar. Y യുടെ കോഎഫിഷ്യൻ്റ് bxy ആണ്. bxy equal to coefficient of y, that is minus 2 by 3. അപ്പോൾ bxy minus 2 by 3, byx minus 2 by 3. r equal to plus or minus root of bxy into byx. r equal to plus or minus root of minus 2 by 3 into minus 2 by 3, plus or minus root of 4 by 9, plus or minus 2 by 3. പക്ഷെ നമുക്കറിയാം bxy byx r മൂന്നും ഒരേ സൈനിൽ ആവണം. ഇവിടെ bxyയും byxും നെഗറ്റീവ് ആയതുകൊണ്ട് r equal to minus 2 by 3. r equal to minus 2 by 3 because bxy and byx are negative. Variance of x equal to 9. Variance of x എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x is 3. byx equal to minus 2 by 3. byx minus 2 by 3. byx എങ്ങനെ എഴുതാം? r into standard deviation of y by standard deviation of x equal to minus 2 by 3. ആറിൻ്റെ വാല്യൂ മൈനസ് 2 by 3 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 3 ആണ്. മൈനസ് 2 by 3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു മൈനസ് 2 by 3.
ഈ -2/3 റൈറ്റ് സൈഡിലേക്ക് പോയാൽ -2/3 ബൈ -2/3 1 വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y/3 ഈക്വൽ ടു 1. ഇനി /3 റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ ഇൻറ്റു 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഈക്വൽ ടു 1. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഈക്വൽ ടു 1 ഇൻറ്റു 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഡിവൈഡഡ് ബൈ 3 1 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y എന്ന് പറയുന്നത് ഇവിടെ 1 ഉണ്ട്. 1 ഇൻറ്റു 3 വരും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഈക്വൽ ടു 3. Therefore നമുക്ക് എന്തെല്ലാം കിട്ടി? x ബാർ ഈക്വൽ ടു 20, y ബാർ ഈക്വൽ ടു 10, r ഈക്വൽ ടു -2/3, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഈക്വൽ ടു 3.